Hello guys, ഇന്ന് നമ്മൾ ഡീൽ ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ ഇൻട്രൊഡക്ഷൻ ടു ദി വേൾഡ് ഓഫ് ലിറ്ററേച്ചർ എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് മോഡ്യൂളിലെ ചാപ്റ്ററാണ്. ഏതാണ്? നോബൽ പ്രൈസ് ലെക്ചർ ബൈ മരിയ റസ. ഐ തിങ്ക് ദിസ് ഈസ് ദ second chapter in this, third chapter in this module. So let's move on to the questions. Okay. State the reason why Maria Ressa started Rappler. Rappler എന്ന പ്രിന്റിംഗ് ഹൗസ് അല്ലെങ്കിൽ റാപ്ലർ എന്ന പദ്ധതി തുടങ്ങാൻ മരിയ റെസ്സയുടെ കാരണം എന്തായിരുന്നു? മരിയ റെസ്സ സ്റ്റാർട്ടഡ് റാപ്ലർ ടു ടെൽ ദ ട്രൂത്ത് ആൻഡ് ഫൈറ്റ് ലൈസ് ഓൺലൈൻ. ഓൺലൈനായിട്ട് പരക്കുന്ന നുണകളെ ഫൈറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ സത്യം പറയുവാനുമാണ് റാപ്ലർ മരിയ റെസ്സ സ്റ്റാർട്ട് ചെയ്തത്. ഷീ വാണ്ടഡ് ടു യൂസ് ജേർണലിസം ടു ഹോൾഡ് ദോസ് ഇൻ പവർ അക്കൗണ്ടബിൾ ആൻഡ് പ്രൊട്ടക്ട് ഡെമോക്രസി. ജനാധിപത്യത്തെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ അധികാരത്തിലുള്ള ആളുകളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാക്കി മാറ്റാനും, ഇല്ലെങ്കിൽ അവരാണ് കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ടത് എന്നത് കാണിക്കാൻ ജേർണലിസം അവൾ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിച്ചു. Okay, so that's the reason why Maria Ressa started Rappler. And the second question here, describe what Maria Ressa identifies as greatest need of today. ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം, greatest need of today എന്ന് വെച്ചാൽ 11th hour എന്നൊക്കെ പറയാം. In the 11th hour. Okay, need of the 11th hour. Maria Ressa says the greatest need today is to stop the spread of hate and lies online. We must bring back truth and trust in society. സമൂഹത്തിൽ ഇന്ന് പരക്കുന്ന ഹെയ്റ്റും നുണകളുമാണ് ഏറ്റവും ആദ്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നാണ് മരിയ റെസ്സ പറയുന്നത്. അതുപോലെ തന്നെ സത്യവും വിശ്വാസവും എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ച് കൊണ്ടുവരണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ബൈ ഗിവിംഗ് ദിസ് ടു ജേർണലിസ്റ്റ് ടുഡേ ദ നോബൽ കമ്മിറ്റി ഈസ് സിഗ്നലിംഗ് എ സിമിലർ ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ്. എക്സ്പ്ലെയിൻ. ഇത് ജേർണലിസ്റ്റിൽ കൊടുത്തിട്ട് നോബൽ കമ്മിറ്റി പറയുന്നത് എന്താണ്? ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ആണ് പറയുന്നത്. നോബൽ പ്രൈസ് ടു ജേർണലിസ്റ്റ് ഷോസ് ദാറ്റ് ഫ്രീഡം ഓഫ് ദ പ്രസ് ഇൻ ഡേഞ്ചർ. എന്തുകൊണ്ടാണ് നോബൽ പ്രൈസ് ജേർണലിസ്റ്റിന് കൊടുക്കുന്നത്? ഈ ഫ്രീഡം ഓഫ് പ്രസ് അപകടാവസ്ഥയിലാണെന്നത് കാണിച്ചുകൊണ്ടാണ് നോബൽ പ്രൈസ് അവർക്ക് കൊടുക്കുന്നത്. ഇൻ ദ പാസ്റ്റ് ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് നീഡ് ടു ബി പ്രൊട്ടക്റ്റഡ് നൗ മോർ ദാൻ എവർ. ലൈക്ക് ഇൻ ദ പാസ്റ്റ്, ചരിത്രത്തിലുള്ള പോലെ തന്നെ അല്ലെങ്കിൽ പഴയ കാലങ്ങളിലുള്ള പോലെ തന്നെ ഇപ്പോൾ യാഥാർത്ഥ്യവും അതുപോലെ തന്നെ നീതിയും ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ട സാഹചര്യമാണുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ആർ ദ ടു സൈഡ്സ് ഓഫ് ദ കോയിൻ മെൻഷൻ ബൈ മരിയ റെസ്സ. മരിയ റെസ്സ പ്രതിപാദിച്ചിട്ടുള്ള രണ്ട് സൈഡ് ഓഫ് ദി കോയിൻ എന്താണ്? മരിയ റെസ്സ സേസ് ദാറ്റ് ദ ടു സൈഡ്സ് ഓഫ് ദി കോയിൻ ആർ ജേർണലിസ്റ്റ് who bring truth and technology companies who often spread lies through social media. യഥാർത്ഥം തിരിച്ചു കൊണ്ടുവരുന്ന ജേർണലിസ്റ്റ് ആണ് ഒരു സൈഡ് എന്നും മറ്റൊരു സൈഡ് സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യലി ലൈസ് സ്പ്രെഡ് ചെയ്യുന്ന ടെക്നോളജിക്കൽ കമ്പനികളാണ് മറ്റൊരു സൈഡ് എന്നാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ വൈ മരിയ റെസ്സ വാസ് അറസ്റ്റഡ്. എന്തുകൊണ്ടാണ് മരിയ റെസ്സ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? മരിയ റെസ്സ വാസ് അറസ്റ്റഡ് മെനി ടൈംസ് ഫോർ ഡൂയിങ് ഹെർ ജോബ് ആസ് എ ജേർണലിസ്റ്റ്. ഒരു ജേർണലിസ്റ്റ് തൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഡ്യൂട്ടി നിർവഹിക്കുന്നത് കൊണ്ടാണ് മരിയ റെസ്സ പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഷീ റിപ്പോർട്ടഡ് ഓൺ ഗവൺമെന്റ് കറപ്ഷൻ ആൻഡ് ലൈസ് വിച്ച് മെയ്ഡ് ദോസ് ഇൻ പവർ ആംഗ്രി. അവള് ഗവൺമെന്റിന്റെ കറപ്ഷൻ അല്ലേ, അഴിമതിയും നുണകളും എല്ലാം തന്നെ പുറത്തു കൊണ്ടുവന്നു. ഇത് അധികാരികൾ അധികാരത്തിലുള്ള ആളുകളെ ചൊടിപ്പിച്ചു അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്തി. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഇംപ്യൂണിറ്റി ഈസ് അഡ്രസ്ഡ് ബൈ റെസ്സ. റെസ്സ പറയുന്ന ഇമ്പ്യൂണിറ്റി എന്താണ്? മരിയ റെസ്സ ടാക്സ് അബൌട്ട് ടു ടൈപ്സ് ഓഫ് ഇമ്പ്യൂണിറ്റി. രണ്ട് തരത്തിലുള്ള ഇമ്പ്യൂണിറ്റിയാണ് മരിയ റെസ്സ പറയുന്നത്. ദ ഗവൺമെന്റ് കില്ലിംഗ് പീപ്പിൾ ഇൻ ഡ്രഗ് വാർ വിത്തൗട്ട് പണിഷ്മെന്റ് ആൻഡ് ടെക് കമ്പനീസ് സ്പ്രെഡിംഗ് ലൈസ് വിത്തൗട്ട് ബീയിങ് ഹെൽഡ് റെസ്പോൺസിബിൾ. ഇവിടെ നോക്കൂ, ഇവിടെ ഗവൺമെന്റ് ഡ്രഗ് വാറിലുള്ള അല്ലെങ്കിൽ ഡ്രഗായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? പണിഷ്മെന്റ് ഒന്നും തന്നെ ഇല്ലാതെ അവരെ കൊല്ലുകയാണ്. അതുപോലെ തന്നെ ടെക് കമ്പനികൾ നോക്കൂ, ഒരു ആളും ഉത്തരവാദിയായിട്ടുള്ള ആളുകളില്ലാതെ, റെസ്പോൺസിബിൾ അല്ലാതെ ഒരുപാട് നുണകളാണ് അവർ പറഞ്ഞ് പരത്തുന്നത്. ഇനി ലോങ് ആൻസർ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഓൺലൈൻ വയലൻസ് ഇൻ ദ റിയൽ വേൾഡ് വയലൻസ്. ഓൺലൈൻ വയലൻസ് ഈസ് റിയൽ വേൾഡ് വയലൻസ്. ഓൺലൈൻ വയലൻസ് ആണ് റിയൽ വേൾഡ് വയലൻസ് ആണ് പറയുന്നത്, ഡിസ്കസ് ചെയ്യുകയാണ്. മരിയ റെസ്സ സേസ് ദാറ്റ് വാട്ട് ഹാപ്പൻസ് ഓൺലൈൻ ക്യാൻ ലീഡ് ടു റിയൽ ഹാം ഇൻ ദ വേൾഡ്. യഥാർത്ഥത്തിൽ ഓൺലൈനിൽ സംഭവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ലോകത്തേക്ക് ഹാം ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ലൈസ് ആൻഡ് ഹെയ്റ്റ് സ്പ്രെഡ് ഓൺ സോഷ്യൽ മീഡിയ ക്യാൻ കോസ് പീപ്പിൾ ടു ഫൈറ്റ്, ഗെറ്റ് ഹേർട്ട് ഓർ ഈവൻ ഡൈ. ഓൺലൈൻ മീഡിയകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ പരക്കുന്ന തർക്കങ്ങളും അതേപോലെ പരക്കുന്ന ഹെയ്റ്റ് സ്പ്രെഡും നുണകളും ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും അവർ തന്നെ ഹേർട്ടാവാനും അതുപോലെ തന്നെ ഈവൻ മരണത്തിലേക്ക് വരെ കാരണമാകാം. വിമൻ ജേർണലിസ്റ്റ് എസ്പെഷ്യലി ഫേസ് അബ്യൂസ് ആൻഡ് ത്രെറ്റ്സ് ഓൺലൈൻ വിച്ച് എഫക്ട്സ് ദെയർ മെന്റൽ ആൻഡ് ഫിസിക്കൽ സേഫ്റ്റി. ഇവിടെ നോക്കൂ, സ്ത്രീകളായിട്ടുള്ള ജേർണലിസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അബ്യൂസും അതേപോലെ തന്നെ ത്രെറ്റ്സും ഭീഷണികളെല്ലാം തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ മെന്റലും അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള സേഫ്റ്റിയെ
സംരക്ഷണത്തെ അത് ബാധിക്കുന്നുണ്ട്, സേഫ്റ്റിയെ ബാധിക്കുന്നുണ്ട്. ഓൺലൈൻ അറ്റാക്സ് ക്യാൻ ഓൾസോ സൈലൻസ് ട്രൂത്ത് ആൻഡ് മേക്ക് പീപ്പിൾ അഫ്രൈഡ് ടു സ്പീക്ക്. അതുപോലെ തന്നെ ഓൺലൈൻ അറ്റാക്കുകൾ ജനങ്ങളെ സത്യം പറയുന്നതിൽ നിന്ന് തടയാനും സൈലൻ്റ് ആവാനും അതേപോലെ തന്നെ സംസാരിക്കാനുള്ള ഭയം ഉളവാക്കാനും സാധ്യതയുണ്ട്. ജസ്റ്റ് ലൈക്ക് റിയൽ വെപ്പൺസ്, സോഷ്യൽ മീഡിയ ക്യാൻ ഓൾസോ ബി യൂസ് ടു ഹേർട്ട് പീപ്പിൾ ആൻഡ് ഡിസ്ട്രോയ് പീസ്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ആയുധങ്ങൾ പോലെ തന്നെ സോഷ്യൽ മീഡിയയും ജനങ്ങളെ ഉപദ്രവിക്കാനും അതേപോലെ തന്നെ സമാധാനത്തെ നശിപ്പിക്കാനും ഉപയോഗിക്കാൻ സാധിക്കും. ദാറ്റ്സ് വൈ റസ കോൾസ് ഓൺലൈൻ വയലൻസ് എ സീരിയസ് പ്രോബ്ലം. ഓൺലൈൻ വയലൻസിന് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണെന്ന് മരിയ റസ പറയുന്നത് അതുകൊണ്ടാണ്. വി മസ്റ്റ് ട്രീറ്റ് ഇറ്റ് ദ സെയിം വേ വി ട്രീറ്റ് റിയൽ ലൈഫ് വയലൻസ് ആൻഡ് സ്റ്റോപ്പ് ഇറ്റ് ബിഫോർ ഇറ്റ് കോസ് മോർ ഹാം. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയാണോ യഥാർത്ഥത്തിലുള്ള വയലൻസ് ഫൈറ്റ് ചെയ്യുന്നത്, റിയൽ ലൈഫ് വയലൻസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അതേ കാര്യക്ഷമമായി അതേ സീരിയസ്നെസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈൻ വയലൻസ് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. കാരണം ചിലപ്പോൾ അതായിരിക്കാം കൂടുതൽ ഹാം ഉണ്ടാക്കുന്നത്. Another question നോക്കൂ. ഡിസ്കസ് the changes to be adopted by the journalist of the 21st century. 21ാം നൂറ്റാണ്ടിലെ ജേർണലിസ്റ്റ് തിരഞ്ഞെടുക്കേണ്ട അല്ലെങ്കിൽ അവരുടെ മെത്തേഡ്സിൽ കൊണ്ടുവരേണ്ട ചേഞ്ചസ് എന്തൊക്കെയാണ്? ജേർണലിസ്റ്റ് ടുഡേ മസ്റ്റ് ലേൺ ടു യൂസ് ടെക്നോളജി ആൻഡ് ദ ഇൻ്റർനെറ്റ് വൈസ്ലി. കൃത്യമായിട്ടുള്ള രൂപത്തിലൂടെ ഇൻ്റർനെറ്റും ടെക്നോളജിയും ഉപയോഗപ്പെടുത്താൻ അവർ പഠിക്കണം. ദേ ഷുഡ് നോട്ട് ഓൺലി റിപ്പോർട്ട് ബട്ട് ഓൾസോ ഫൈറ്റ് ലൈസ് ആൻഡ് ഡിസ്ഇൻഫോർമേഷൻ. അവർ കേവലമായിട്ടുള്ള റിപ്പോർട്ടിംഗ് മാത്രമല്ല ചെയ്യേണ്ടത്, മറിച്ച് നുണകളെയും അതുപോലെ തന്നെ ഡിസ്ഇൻഫോർമേഷനെയും എല്ലാം തന്നെ എന്ത് ചെയ്യണം, ഫൈറ്റ് ചെയ്യണം, എതിർക്കണം. മരിയ റസ സേസ് ജേർണലിസ്റ്റ് ഷുഡ് വർക്ക് വിത്ത് ടെക് എക്സ്പേർട്സ് ആൻഡ് ബിൽഡ് സേഫ് പ്ലാറ്റ്ഫോംസ് ഫോർ ന്യൂസ്. യഥാർത്ഥമായിട്ടുള്ള ന്യൂസ് വാർത്തകൾക്ക് കൃത്യമായിട്ട് സേഫ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയും അതിനു വേണ്ടിയിട്ട് അവർ ടെക് എക്സ്പേർട്സുമായിട്ട് വർക്ക് ചെയ്യുകയും അതേ വഴി എന്ത് ചെയ്യണം, അവർ ട്രൂത്തിനെ പ്രൊട്ടക്ട് ചെയ്യുകയും വേണം. ജേർണലിസ്റ്റ് ഷുഡ് ഫോളോ എത്തിക്സ് ആൻഡ് ഓൾവേസ് സ്പീക്ക് ഫോർ ദ പീപ്പിൾ. ജേർണലിസ്റ്റ് എപ്പോഴും എത്തിക്സ്, ധാർമ്മികത ഫോളോ ചെയ്യുകയും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും വേണം. ഈ ഡിജിറ്റൽ യുഗത്തിൽ ജേർണലിസം ഒരു കേവലമായിട്ടുള്ള കഥകൾ എഴുത്ത് മാത്രമല്ല, അത് ഡെമോക്രസിയെ, അതായത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ദൗത്യമുള്ള ഒരു പ്രക്രിയയാണ്, ഒരു ഉത്തരവാദിത്തമാണ്. ഇനി മൂന്നാമത്തെ നോക്കൂ. വാട്ട് ക്യാൻ ബി ഡൺ ടു സപ്പോർട്ട് ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം സർവൈവ്. ഇൻഡിപെൻഡൻറ്റ് ധ്രുവരതി നമുക്കറിയാലോ, ധ്രുവ് റാഠി. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം. ആ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ടു ഹെൽപ്പ് ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം വി മസ്റ്റ് പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് ഫ്രം ത്രെറ്റ്സ് ആൻഡ് ജയിലിൽ നിന്നും ഭീഷണിയിൽ നിന്നും ജേർണലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. ഗവൺമെൻറ്റ്സ് ഷുഡ് സ്റ്റോപ്പ് പണിഷിംഗ് മീഡിയ ഫോർ ടെല്ലിംഗ് ദ ട്രൂത്ത്. യാഥാർത്ഥ്യം പറയുന്നത്, സത്യം പറയുന്നത് കൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്യണം, മീഡിയയെ പണിഷ് ചെയ്യുന്നത് നിർത്തണം. മോർ മണി ആൻഡ് സപ്പോർട്ട് ഷുഡ് ഗോ ടു ന്യൂസ് ഓർഗനൈസേഷൻ ദാറ്റ് ആർ ഫെയർ ആൻഡ് ഹോണസ്റ്റ്. അത് തന്നെ സത്യസന്ധമായിട്ടുള്ള നീതിയുക്തമായിട്ടുള്ള ന്യൂസ് ഓർഗനൈസേഷന് ഒരുപാട് അല്ലെങ്കിൽ കൂടുതൽ പണം അവർ സപ്പോർട്ടിനായിട്ട് പോകണം. അതുപോലെ തന്നെ ബിഗ് ടെക് കമ്പനീസ് ഷുഡ് സ്റ്റോപ്പ് സ്പ്രെഡിങ് ലൈസ് ആൻഡ് ഇൻസ്റ്റെഡ് സപ്പോർട്ട് ട്രൂ ജേർണലിസം. യഥാർത്ഥമായിട്ടുള്ള ട്രൂ ജേർണലിസത്തെ ടെക് കമ്പനികൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നുണ പ്രചരിപ്പിക്കുന്നത് എന്ത് ചെയ്യണം, നിർത്തണം. പീപ്പിൾ ഷുഡ് ഓൾസോ സപ്പോർട്ട് റിയൽ ന്യൂസ് ബൈ റീഡിങ്, ഷെയറിങ് ആൻഡ് ഡൊണേറ്റിംഗ് ടു ട്രസ്റ്റ് വിത്ത് മീഡിയ. യഥാർത്ഥത്തിലുള്ള റിയൽ ന്യൂസിനെ സപ്പോർട്ട് ചെയ്യണം. എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക? വായിച്ചുകൊണ്ട്, ഷെയർ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വിശ്വസിക്കാൻ പറ്റാവുന്ന മീഡിയക്ക് എന്ത് ചെയ്യണം, ഡൊണേഷൻ നടത്തണം. ഇഫ് വി ലൂസ് ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം വി ലൂസ് അവർ വോയിസ് ആൻഡ് അവർ ഫ്രീഡം. നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മുടെ ശബ്ദവുമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് do like this video and subscribe to the channel if you wanna get this kind of videos. And നിങ്ങളെ കൂട്ടുകാരെങ്കിലും ഫസ്റ്റ് ഇയർ പഠിക്കുന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. So that's all for now guys. In the next video we'll discuss the essay questions as you can see on the bottom side of the screen. Thank you guys.